കൂട്ടുകാരെ, എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് യോശുവ 3:7 ഞാൻ മോശയുടെ കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ നിന്നെ അവർ കാണുകെ വലിയവനാക്കും. അപ്പോൾ മോശയുടെ കൂടെ ഇരുന്ന ദൈവം, നമ്മുടെ വിശ്വസ്തരായ എല്ലാ നീതിമാന്മാരുടെ കൂടെയും ഇരുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കേണ്ടതിന് എല്ലാവരും കാണുകെ നമ്മളെ ഉയർച്ചയിലെത്തിക്കും. നമ്മളെ മഹത്വത്തിനായി ഈശോ ഇറങ്ങി വരുമെന്നാണ് ഈ വചനം പറയുന്നത്. അപ്പം ജീവിതത്തിൽ നമ്മൾ ഇന്ന് ഏതൊരു വിഷയത്തിൽ എങ്ങനെ ഭാരപ്പെടുന്നു, നമ്മുടെ ദൈവം നമ്മളെ ഒരു രോഗത്തിലാണോ നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്, നമ്മളെ ഈശോയുടെ നാമമഹത്വത്തിന് വേണ്ടി ഒരു സാക്ഷിയാവാൻ വേണ്ടി, നമ്മളെ എല്ലാവരുടെയും മുമ്പിൽ വലിയവനാക്കാൻ വേണ്ടി ഈശോ കൂടെയുണ്ട്. ഈശോ നിസ്സാരണക്കാരനല്ല. ഈശോ കൂടെയുള്ള മക്കൾ ആരാണ്? നിസ്സാരക്കാരല്ല അവരൊരിക്കലും. അവരെപ്പോഴും സൂപ്പർ ഹീറോസ് ആണ്. നല്ല പവറാണ് അവർക്ക്. വചനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ, ഈശോയുടെ നാമമഹത്വത്തിനായി ഞങ്ങളെ പാത്രമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.